ഹായ് പീപ്പിൾ. ഞാനുണ്ടല്ലോ ഇന്നൊരു ഫിലിം കാണാൻ പോകട്ടോ. അതായത് നിവിൻ പോളിയുടെ സിനിമയിലെ ബത്ലഹേം കുടുംബ യൂണിറ്റ്. നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് ഫ്രൈഡേ ടുഡേ. അപ്പോൾ ഞാനും ഗ്രേഗും കൂടെ ഫിലിം കാണാൻ പോവാണ്. ബത്ലഹേം. ലെറ്റ് മീ സി ഹൗ ഇസ് ഇറ്റ്. ഞാൻ ആദ്യം ഉണ്ടല്ലോ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഞാൻ ഒരു സമ്മറിൻ ബത്ലഹേമിന്റെ സെക്കൻഡ് പാർട്ട് ആണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെല്ലാം തോന്നുന്നു. എനിവേ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച്. ഫ്രൈഡേ ആകുമ്പം ഒരു റിലാക്സേഷൻ ആണ്. കാരണം നമ്മളിപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. സൺഡേ ടു തേഴ്സ്ഡേ കൺസിസ്റ്റന്റ് ആയിട്ട് 5 ദിവസം ജിമ്മിൽ പോകും. ദെൻ വി ടേക്ക് 2 days ബ്രേക്ക്. അതായത് ഫ്രൈഡേ സാറ്റർഡേ ഞങ്ങളുടെ ബ്രേക്ക് ആണ്. അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോവുക, വരിക, ഫുഡ് കഴിക്കുക, ജിമ്മിൽ പോവുക, ഉറങ്ങുക. ഉറങ്ങുന്നതൊക്കെ ഭയങ്കര ടയർഡായിട്ട്. അപ്പോൾ എനിവേ നമ്മൾ 2 ദിവസം ബ്രേക്കാണ് കേട്ടോ ജിമ്മിന്. സോ അപ്പം ഞാൻ ഫിലിമിന് പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടല്ലോ എന്നും പർപ്പസ് വേണം. ആ ഒരു ഡ്രൈവ് വേണം. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഡ്രൈവ് വേണം. ആസ് എ ഹ്യൂമൻ ബീങ് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ സ്റ്റേബിൾ അല്ല നമ്മൾ. അപ്പം നമുക്ക് അടുത്തൊരു കാര്യം വേണമെന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് ഹൗ ലൈഫ് വർക്ക്സ്. അപ്പം ഓൾവേസ് ദർ ഈസ് എൻ എക്സ്പെക്ടേഷൻ, ദർ ഇസ് എ പർപ്പസ്, ദർ ഇസ് എ ഡ്രൈവ്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ആൻഡ് ഇറ്റ്സ് ഫൈൻ. പിന്നെ ഞാൻ റീസെൻ്റ്ലി കേട്ടൊരു കാര്യം സദ്ഗുരുവിൻ്റെ ആണെന്ന് തോന്നുന്നു. അതായത് ഇപ്പം ഡിസപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്കൊരു കാര്യം വേണമെന്ന് തോന്നി. അത് കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ ഫൈൻ, നോ പ്രോബ്ലം. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ കാര്യങ്ങൾ എടുക്കാൻ തുടങ്ങി ഭയങ്കര അടിപൊളിയായിരിക്കുന്നതായിട്ടാണ്. സോ ദാറ്റ് ഈസ് വൺ തിങ് ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ നോക്കുന്നൊരു കാര്യമാണ്. എനിവേ യാ നമ്മൾ പറഞ്ഞു വന്നത് ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. അപ്പം എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വാട്ട് എവർ മേക്സ് യു ഹാപ്പി, കീപ് യു ഗോയിങ് ആൻഡ് ആ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വൈ നോട്ട് ഗോ ഹെഡ് എൻജോയ് ആസ് ലോങ് ആസ് യു ഡോണ്ട് ഹേർട്ട് എനിബഡി. ദാറ്റ് ഇസ് വെരി. വ്യൂ സിനിമാസിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്, ഹാരോയിലുള്ളതാ. അപ്പം അടിപൊളി സീറ്റാണ് കേട്ടോ. അങ്ങനെ റിക്ലൈനർ സീറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാം. പിന്നെ നമ്മൾ അത്യാവശ്യം സ്നാക്സും ഡ്രിങ്കൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ടെസ്കോന്ന് കിട്ടുന്ന ഒരു മാംഗോ ലസ്സി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പുളി കുറച്ചധികം, പക്ഷെ എന്നാലും ആ ഒരു ഒത്തൻറ്റിക് ഒരു ലസ്സിയുടെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ വി മൂവി ഹാഡ് സം സ്നാക്സ് ടു ഹാവ്. ആൻഡ് നല്ല മൂവി എന്ന് മൂവി പറഞ്ഞാൽ കാര്യം അടിപൊളി മൂവിയായിരുന്നു. ഒരു റിവ്യൂ നോക്കാതെ പോയി കണ്ടൊരു മൂവിയായിരുന്നു. ജസ്റ്റ് ത്രൂ ഔട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് എൻഗേജ്ഡ് ആയിട്ട്. എൻഗേജ്ഡ് അല്ല, ഒരു എന്റർടൈൻ ചെയ്ത നല്ലൊരു മൂവിയായിരുന്നു. കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ നല്ലൊരു മൂവി കാണുന്നത്. സമയം ഇപ്പൊ 1:15. അതെ അതെ. വെരി വണ്ടർഫുൾ. അത് മൂണായിരുന്നല്ലോ അല്ലേ? കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു മൂവി നമ്മുടെ ലിസ്റ്റിൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെ ഖലീഫന്റെ റിവ്യൂ ജസ്റ്റ് തിയേറ്റർ റെസ്പോൺസ് കേട്ടപ്പോഴത്തേനും ഒരു ആവറേജ് പടം എന്നുള്ള രീതിയിലേക്ക് അത് മാറി. അത് കഴിഞ്ഞിട്ട് ഇന്നിങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ബത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഒരു ആളുടെ റിവ്യൂ കേട്ടപ്പോഴത്തേനും പിന്നെ ഒന്നും നോക്കിയില്ല, അതങ്ങ് തീരുമാനം എടുത്തു. നമ്മളിപ്പോ ബസ് സ്റ്റേഷനിലെത്തി. നമുക്ക് കിടന്നുറങ്ങാം. നാളെ മറ്റന്നാളും ഓഫാണ്. എന്താ